നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്യണം എന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോ. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മേക്കപ്പ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇനിയിപ്പോൾ ഒരുപാട് ഡിലേ അടുപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്റ്റെപ്പ് 1, എപ്പോഴും ഫേസ് നന്നായിട്ട് പ്രെപ്പ് ചെയ്തതിന് ശേഷം മാത്രം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്കിൻ പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി മേക്കപ്പിലോട്ട് പോവാം. മേക്കപ്പ് നന്നായിട്ട് ഫേസിൽ ലോങ് ലാസ്റ്റ് ചെയ്യണം, സ്മൂത്ത് ആയിട്ട് മേക്കപ്പ് അപ്ലൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുക. ഓയിലി സ്കിന്നിന് മാറ്റിഫൈയിങ് പ്രൈമറും ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഹൈഡ്രേറ്റിംഗ് പ്രൈമറും അപ്ലൈ ചെയ്യുക. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഫേസിൽ നന്നായിട്ട് ഡാർക്ക് സർക്കിൾസോ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അത് കളർ കറക്റ്റ് ചെയ്തിരിക്കണം. എനിക്ക് ഫേസിൽ നന്നായിട്ട് ഡാർക്ക് സർക്കിൾസും അറൌണ്ട് മൗത്ത് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഒരു കളർ കറക്റ്റർ യൂസ് ചെയ്തേ പറ്റൂ. പക്ഷെ ഒരു ബിഗിനറിന് വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പ് കുറച്ചും കൂടെ സിമ്പിൾ ആക്കി ചെയ്യാൻ വേണ്ടി ഒരു ഓറഞ്ച് കളർ കറക്റ്ററിന് പകരം നമുക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡ് കൂടി നിൽക്കുന്ന ഒരു കൺസീലർ യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഷെയ്ഡിനെ കാട്ടിയും ഒരു ഷെയ്ഡ് താഴെ നിൽക്കുന്ന ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു കൺസീലർ യൂസ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. സ്റ്റെപ്പ് നമ്പർ 4, ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടോണും നിങ്ങളുടെ അണ്ടർ ടോണും ഒക്കെ അനുസരിച്ച് തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫൗണ്ടേഷൻ ഷെയ്ഡ് മാച്ച് നോക്കുമ്പോൾ ഫേസിൽ തന്നെ അപ്ലൈ ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കുക. ഹാൻഡ്സിലൊന്നും അപ്ലൈ ചെയ്യാണ്ട് ഫേസിൽ തന്നെ അപ്ലൈ ചെയ്ത് നോക്കുക. ഫൗണ്ടേഷൻ ഇങ്ങനെ ഡോട്ട് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ആദ്യം ഞാൻ ഫൗണ്ടേഷൻ അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്താലും ബ്രഷ് യൂസ് ചെയ്താലും അത് ഡ്രാഗ് ചെയ്യരുത്, അതിങ്ങനെ ഡാബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഫൗണ്ടേഷൻ കംപ്ലീറ്റ്ലി ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കൺസീലർ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കവറേജ് കൂടുതൽ കിട്ടും. സ്റ്റെപ്പ് നമ്പർ 5, നമ്മുടെ ഫേസ് ഓയിലി ആകുമെന്ന് തോന്നുന്ന സ്ഥലങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു കോമ്പാക്ട് പൗഡർ കൊണ്ട് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫുൾ ഫേസ് സെറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾ കൺസീലർ അപ്ലൈ ചെയ്തെടുത്തൊക്കെ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നാൽ മതി. എത്രയൊക്കെ മേക്കപ്പ് ചെയ്താലും ഐബ്രോസ് ഡിഫൈൻഡ് അല്ലെങ്കിൽ ഒരു മേക്കപ്പും കംപ്ലീറ്റ് ആവില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഐബ്രോ പ്രോഡക്റ്റ് ഏതാണോ അതുകൊണ്ട് നിങ്ങൾക്ക് ഐബ്രോസ് നന്നായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. സ്റ്റെപ്പ് നമ്പർ 7, എന്തായാലും ഒരു ഐഷാഡോ പാലറ്റ് നിങ്ങൾ മേടിച്ചിരിക്കണം. ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ഐഷാഡോ പാലറ്റ് മേടിക്കണമെന്നൊന്നുമില്ല, ബേസിക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉള്ള ഒരു ഐഷാഡോ പാലറ്റ് എന്തായാലും മേടിച്ചിരിക്കണം. സ്റ്റെപ്പ് നമ്പർ 8, എന്റെ ഫേവറേറ്റ് സ്റ്റെപ്പാണ് മസ്കാര. ഏത് ഐ മേക്കപ്പും കംപ്ലീറ്റ് ആവണമെങ്കിൽ മസ്കാര ഇസ് എ മസ്റ്റ്. സ്റ്റെപ്പ് നമ്പർ 9, ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാകും, ലിപ്സ്റ്റിക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഷെയ്ഡ് ഏതാണോ അത് യൂസ് ചെയ്യാം. പണ്ട് ഞാൻ ബ്ലഷ് അധികം യൂസ് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പോ എനിക്ക് ബ്ലഷ് വലിയ ഇഷ്ടമാണ്. നല്ല ഭംഗിയാണ് ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ലിപ്സ്റ്റിക് എടുത്ത് ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യാണ്ട് സെപ്പറേറ്റ് ഒരു പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്റ്റെപ്പ് നമ്പർ 11, ഞാൻ ഫേസിലെ ഹൈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഒന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്റ്റെപ്പ് നമ്പർ 12, ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഈ ചെയ്ത് വെച്ചിരിക്കുന്ന മേക്കപ്പ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഒരു സെറ്റിംഗ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഫേസിൽ. അപ്പൊ അത്രേ ഉള്ളൂ. ബിഗിനേഴ്സിന് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഫുൾ ഫേസ് മേക്കപ്പ് ഒക്കെ ചെയ്തെടുക്കാൻ ഇത്രയും പ്രോഡക്ട്സ് മാത്രം മതി ഒരു ബിഗിനറിന്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമന്റ് ചെയ്ത് പറയുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.